ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു. കുറേ നാളെത്തിയിട്ടാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എഡിറ്റിംഗ് അങ്ങ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൽ ഞാൻ എന്താണ് ഒരു ഗ്യാപ്പ് വന്നതെന്നും എന്താ പറയുക വീഡിയോ എടുക്കാനെന്നും ഒക്കെ ഉള്ള ഒരു കാര്യങ്ങൾ കുറച്ച് നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിലെനിക്ക് പറയാൻ തോന്നുന്നില്ല ഈ വീഡിയോയിൽ. കാരണം ഇത് നമ്മളുടെ ഒരു സ്പെഷ്യൽ ഡേ എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു മെമ്മറിക്കും കൂടിയും എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതിൽ എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ഒരു ഗ്യാപ്പ് വന്നതെന്നൊന്നും പറയുന്നില്ല. ആ ഒരു വീഡിയോ പുറകെ വരും. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ വീഡിയോ എടുക്കാതിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുമെന്ന്. എന്നോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതായത് അമ്മ ചോദിക്കും, ആൻറ്റിയൊക്കെ ചോദിക്കും, കസിൻസൊക്കെ ചോദിക്കും എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്, ഇടുന്നൊക്കെ പറയുമെന്ന്. പക്ഷേ ഞാൻ ഒട്ടും വിചാരിക്കാത്തവരൊക്കെ എന്നോട് വന്നിട്ട് എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്, വീഡിയോ ഇട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് എന്നോട് ഒരു ഡൗട്ട് വരായിരുന്നു, ഞാൻ എന്താ വീഡിയോ എടുക്കാത്തതെന്ന്. അങ്ങനെ കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമവും പിന്നെ അതുപോലെ തന്നെ സന്തോഷമൊക്കെ ആവും. ഇവരൊക്കെ കാണുന്നുണ്ടെന്ന് എന്നോട് അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയണേ ഇവരൊക്കെ കാണുന്നുണ്ടെന്ന്. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് തിരിച്ചു വരാം. രാവിലെ 5 മണിക്ക് നിന്നിട്ട് കേട്ടോ. ഇന്ന് നമ്മളുടെ നാട്ടിലെ ഉത്സവമാണ്. എൻ്റെ തമ്പ്ലയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു പ്രത്യേക വികാരമാണ് ഈ ഉത്സവം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. നമ്മളുടെ കസിൻസൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ അതിനുള്ള ഒരു പ്രിപ്പറേഷൻസാണ് അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഒന്ന് മുകളിലോട്ട് വന്നാണ് ഡോണിനെ കാണാൻ വേണ്ടിയിട്ട്. ഡോണിനിപ്പോൾ മുകളിലാണ് കേട്ടോ കെട്ടുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇവനെ നമ്മളുടെ വീടിൻ്റെ സൈഡിലാണ് കെട്ടാറുള്ളത്. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്ന ദിവസമാണെന്ന് തോന്നുന്നു, അതായത് ചൊവ്വാഴ്ച ആയിട്ടാണെന്ന് തോന്നുന്നു, ഇവൻ മതിൽ ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെൽറ്റ് ഇട്ട് ഇങ്ങനെ കെട്ടുമ്പോൾ മതിൽ ചാടുമ്പോൾ ഈ ബെൽറ്റ് കഴുത്തിൽ നിന്ന് ഊരിപ്പോയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമല്ലോ. സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഇവനിങ്ങനെ ചാടാറുണ്ട്. പക്ഷേ ഇവൻ്റെ കഴുത്തിൽ ബെൽറ്റ് ലൂസായിരിക്കും. ഇപ്പോൾ ബെൽറ്റൊക്കെ മാറിയതുകൊണ്ട് അവൻ അങ്ങനെ ചാടുമ്പോൾ ആ ബെൽറ്റ് സാധനം ലൂസായിട്ട് കഴുത്തിൽ നിന്ന് വിട്ടു പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വിട്ടുപോയില്ല. ഈ ബെൽറ്റ് കുറച്ച് ടൈറ്റായിരുന്നു കേട്ടോ. അവൻ കുറച്ച് നേരം ഇങ്ങനെ തൂങ്ങിക്കിടന്നു കേട്ടോ. കറക്റ്റ് സമയത്ത് അച്ഛൻ കണ്ടതുകൊണ്ട് നമുക്ക് ഇവൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റി. ഞാനിതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ നല്ല ഉറക്കമാണ്. അത് കഴിഞ്ഞ് ഉറക്കത്തിൽ നിന്നൊന്ന് എണീറ്റപ്പോഴാണ് അമ്മയൊക്കെ കരഞ്ഞൊക്കെ ഇരിക്കുന്നത്, അനിയൻ വന്ന് പറയുന്നത് ഇതൊക്കെ. അപ്പോൾ ഭയങ്കരമായിട്ട് എന്തോ ഒരു നെറ്റിൽ പേടിയൊക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇവൻ ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ കോമഡി ആയിരുന്നു. കാരണം ഇവൻ ഭയങ്കരമായിട്ട് പേടിച്ച് ഇനി ജന്മത്ത് അവൻ ആ മതിൽ ചാടുമെന്ന് എനിക്ക് തോന്നാനില്ല. അപ്പോൾ അങ്ങനെയൊരു കഥയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവനിപ്പോൾ ടെറസിൻ്റെ മുകളിൽ കെട്ടണത്. ഞാൻ എന്തിനാണ് ഈ ടെറസിൻ്റെ മുകളെന്ന് പറയണതെന്ന് എനിക്കറിയില്ല. ടെറസിൽ കെട്ടുന്നതെന്ന് പറഞ്ഞാൽ മതിയില്ലേ, ടെറസിൻ്റെ മുകൾ. എൻ്റെ മുന്നേ എനിക്കറിയില്ല. പണ്ട് മുതലുള്ള ചില ശീലങ്ങളുണ്ട്, നമ്മൾ പറഞ്ഞ് ശീലിച്ച വാക്കുകളില്ലേ. അപ്പോൾ അത് ഇതുവരെ മാറ്റാൻ പറ്റിയിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് തെറ്റാണെന്ന് അറിയാമെങ്കിലും നമ്മൾ ചില സമയത്ത് അത് തന്നെ പറയും. അങ്ങനെ ചില കാര്യങ്ങളാണ് ഇതൊക്കെ എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്ത് കളയാനൊന്നും നിൽക്കുന്നില്ല. ഹലോ ഗായ്സ്, മുടി അഴിച്ചിട്ടപ്പോഴാണ് ഒരു അടിപൊളി എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് മുടി അഴിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, ഗുഡ് മോർണിംഗ്. ഞാനേ കുറേ നാളായില്ലേ വ്ളോഗ് എടുത്തിട്ട്. അതുകൊണ്ട് എങ്ങനെയാണ് തുടങ്ങണ്ടേ പറയണ്ടേന്നൊക്കെ ഉള്ളൊരു ഐഡിയ ഒക്കെ പോയി കിടക്കുകയാണ്. ഞാൻ എടുക്കാൻ പോകുന്ന വീഡിയോക്ക് മുന്നേ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഹോസ്റ്റലിലെ ഒരു സൺഡേ, അതായിരുന്നു അതിൻ്റെ ഒരു കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മിക്കവാറും ഞാൻ ഈ ഉത്സവത്തിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷമായിരിക്കും ആ ഹോസ്റ്റലിലെ വീഡിയോ ഇടാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം. ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എന്താണ് ഞാൻ വ്ളോഗ് എടുക്കാനായിട്ട് എന്താ പറയുക ഒരു ഗ്യാപ്പ് വന്നതെന്ന്. കാരണം എൻ്റെ അവസാനത്തെ വീഡിയോയും ഇടാൻ പോകുന്ന വീഡിയോയും തമ്മിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. വേറൊന്നുമില്ല, മടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഏതോ ഒരു കിളി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലും കൂടി അത് പറഞ്ഞ് ഇങ്ങനെ നമ്മളുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടുന്നില്ല. കാരണം ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ലൊരു കോണ്ടൻറ്റ് ഉണ്ട്, കുറേ ക്ലിപ്സ് എടുക്കാനുണ്ട്. മാക്സിമം ഒരു 20-25 മിനിറ്റിൽ നമ്മളൊരു വീഡിയോ ഒതുക്കണമല്ലോ. അതിലും കുറക്കാനാണ് ഞാൻ നോക്കുന്നത്. കാരണം ലെങ്ത്തുള്ള വീഡിയോ അങ്ങനെ ഇരുന്ന് കാണാനായിട്ട് മടിയാണല്ലോ ആൾക്കാർക്ക്. എനിക്കൊക്കെ അങ്ങനെ മടിയാണ്, എല്ലാവർക്കും അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഒരു 15 മിനിറ്റിലൊക്കെ ഒരു വീഡിയോ ഒതുക്കാനായിട്ട് നോക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് അത്യാവശ്യം കുറേ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാനിങ്ങനെ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മളുടെ നാട്ടിലെ ഉത്സവമാണ്. എല്ലാ നാട്ടിലും ഒരു മെയിൻ ഉത്സവം ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പള്ളത്താങ്കുളങ്ങര ഉത്സവമാണിന്ന്.
ഈ ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ ഭയങ്കര വൈബായിരിക്കും. ഈ ഉത്സവ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടിയേറൂലേ അമ്പലത്തിൽ, കൊടിയേറുന്ന അന്ന് മുതൽ കൊടിയിറങ്ങണ വരെയും ഒട്ടുമിക്ക ആളുകളും എല്ലാ ദിവസവും വൈകുന്നേരം അമ്പലത്തിൽ പോകും കേട്ടോ. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നിട്ടും ഞാൻ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ വന്നാണ് ഈ ഒരു ഉത്സവം കൂടാനായിട്ട്. കാരണം എനിക്കെന്തോ ഭയങ്കര ആഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു ഉത്സവത്തിന് വരണം എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നായിരുന്നു, അത് താലത്തിൻ്റെ അന്നാണ്. അതായത് നമ്മുടെ ഇവിടെ നിന്നുള്ള താലം പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ താലപ്പൊലികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ കൊടി ഇറങ്ങണ വരെ. അപ്പം നമ്മുടെ ഇവിടെ നിന്നുള്ള താലത്തിൻ്റെ അന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് കുറച്ച് നേരത്തെ വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു. അടിപൊളിയാണ്, നല്ല രസമാണ്. വൈകുന്നേരം പോയിട്ട് വെറുതെ ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ ബജ്ജി കഴിക്കുക, കുലുക്ക് സർബത്ത് കുടിക്കുക, ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുക, പൊരി കഴിക്കുക, കപ്പലണ്ടി കഴിക്കുക, ഇങ്ങനെ ഓരോന്നൊക്കെ കഴിച്ചിങ്ങനെ നടക്കുക. പിന്നെ അമ്പലത്തിൻ്റെ വൈബും ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഒരു കാര്യത്തിനോട് മാത്രമേ എനിക്കൊരു വിയോജിപ്പുള്ളൂ, ആന. എനിക്ക് ആനനെ അങ്ങനെ കെട്ടി ഒരുക്കിച്ച് ഞാൻ അല്ല, അനിയനാണ് കേട്ടോ. ഇവിടെ അനിയനുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ വരുന്നത് എനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ എന്തെന്നാണ് ആനനെ അങ്ങനെ കെട്ടി ഒരുങ്ങിപ്പിച്ച് നിർത്തുന്ന പരിപാടിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അതെന്ത് ആചാരത്തിൻ്റെ ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് വലിയ യോജിപ്പില്ല. എനിക്കെന്തോ അത് മാത്രം എനിക്കൊരു വിയോജിപ്പുണ്ട്. പക്ഷേ നമ്മളുടെ വിയോജിപ്പിന് ഇവിടെ പ്രസക്തിയില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഉത്സവം. അങ്ങനെ ഉത്സവം, ആ ഉത്സവത്തിൻ്റെ ഒരു വൈബിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നാണ് ആ ഉത്സവം. ഞാൻ വന്നത് ചൊവ്വാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ചൊവ്വാഴ്ചയാണ് കൊടിയേറിയത്. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. കൊടിയേറി എത്രേൻ്റെ എന്നാണ്? ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, 3ൻ്റെ അന്നോ? ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, 5ൻ്റെ അന്നാണ് ഉത്സവം. കൊടിയേറിക്കഴിഞ്ഞ് 5ൻ്റെ അന്ന് ഉത്സവം. അപ്പം നമ്മൾ ഇന്ന് ഉത്സവം കൂടാനായിട്ട് പോവാണ്. ഇന്നിപ്പോൾ രാവിലെ എനിക്ക് അമ്പലത്തിൽ പോകണം. ഇപ്പം സമയം എത്ര മണിയായെന്നറിയോ? ഇന്ന് രാവിലെ ഒരു 8 മണിക്ക് അമ്പലത്തിൽ പോകാമെന്ന് നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെയുള്ള ഫ്രണ്ട്സായിട്ട്, പൊന്നും ശ്രീകുട്ടിയൊക്കെ ആയിട്ട്. ഞാൻ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. ഒരു 7:30 ആയിട്ടുണ്ടാവും. ഇപ്പോൾ എന്തായാലും 8:30 പോകുമ്പോൾ അമ്പലത്തിൽ എങ്ങനെ പോയാലും. അപ്പോൾ നമുക്ക് ഇനി താഴെ ചെന്ന് കുളിച്ച് പല്ലും തേച്ച് റെഡിയാവാം. രാവിലെ 6 മണിക്ക് എണീറ്റതാണ്. പക്ഷേ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റ് തന്നെ ഹെൽപ്പ് ചെയ്ത് തന്നോ എന്നുള്ളത്. ഇന്ന് നമ്മളെ കസിൻസൊക്കെ വരുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും അങ്ങനെ വരാറുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മീൻസ് കസിൻസ് എല്ലാവരും കൂടി വന്ന് നമ്മൾ ഇവിടെ നിന്നാണ് ഉത്സവ പറമ്പിലോട്ട് പോകാറുള്ളത് കേട്ടോ. മിക്ക സമയങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇന്ന് എന്തായാലും അവർ വരും. അപ്പോൾ അതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് പോയി കുളിച്ച് അമ്പലത്തിൽ പോവാം. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് തിങ്സ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് മര്യാദക്ക് പറ. സസ്നേഹം സ്വാഗതം. ഇത് ഈ വീട്ടിൽ വളർത്തുന്ന പൂച്ചയല്ല, വലിഞ്ഞു കയറി വന്ന പൂച്ചയാണ്. എന്നിട്ട് ഇവിടെയൊക്കെ കയറി കിടക്കും. ഇപ്പോൾ ഇത് വീട്ടിൽ തന്നെയാണ്. എന്നെക്കാളും മെയിനാണ് വീട്ടിൽ. ചില സമയത്ത് ഈ പൂച്ച സാറിൻ്റെ പുച്ഛഭാവം കാണുമ്പോൾ ഇടുത്തൊരു ഏറെറിയാൻ തോന്നും. അതുപോലെയുള്ള പുച്ഛഭാവമാണ്. എനിക്ക് പക്ഷേ ബെഡിൽ ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എത്ര പറഞ്ഞാലും കേൾക്കാത്തൊരു കുരുത്തം കെട്ട പൂച്ചയാണിത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞു. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടത്. ഞാൻ ഫസ്റ്റ് വേറൊരു ഡ്രസ്സാണ് ഇട്ടത്. പക്ഷേ എൻ്റെ കൂടെയുള്ളവർ ഭയങ്കര സിംപ്ലിസിറ്റി ആയിട്ടാണ് വന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സിംപ്ലിസിറ്റിക്ക് തന്നെ പിടിച്ചു. അപ്പോൾ ഇതാണ് നമ്മളുടെ പള്ളത്താംകുളങ്ങര അമ്പലം എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഉണ്ടല്ലോ കടകളൊക്കെ ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം കടകളൊക്കെ കുറച്ച് കുറവുള്ള പോലെ തോന്നി. ഇതാണ് ശ്രീകുട്ടി. ഫ്രണ്ടിൽ നടന്നു പോയ 2 പേരാണ് പൊന്നും ആവണി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ദേവിയുടെ അമ്പലം എന്ന് പറയുന്നത്. ഈ ദേവിയുടെ അമ്പലത്തിൽ ഉത്സവമാണ് മെയിൻ ഉത്സവമായിട്ട് നടക്കുന്നത്. 3 അമ്പലങ്ങളുണ്ട് ഇവിടെ അടുത്തടുത്തായിട്ട്. ശിവൻ്റെ അമ്പലം, ദേവിയുടെ അമ്പലം, കൃഷ്ണൻ്റെ അമ്പലം. അപ്പോൾ ഈ ദേവിയുടെ അമ്പലത്തിൽ ഉത്സവമാണ് മെയിനായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര വലിയ ഉത്സവമൊക്കെ ആയിട്ട് നടക്കുന്നത് കേട്ടോ. അവിടെയാണ് എല്ലാവരും വരാറൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ പകൽപ്പുരം കാണാനായിട്ടാണ് വന്നേക്കണത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ആനനെ വെച്ചിട്ട് ഫ്രണ്ടിൽ തീപ്പന്തം വെച്ച് അതിനെ ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല ആ ഒരു കാര്യത്തിൽ. കാരണം എനിക്ക് അതിനോട് ഭയങ്കര വിയോജിപ്പുണ്ട്. കാട്ടിൽ വളരേണ്ടത് കാട്ടിൽ തന്നെ വളരണം. അതിനെ പിടിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ വീഡിയോസൊക്കെ കാണാറില്ലേ, ഓരോ ആപത്തൊക്കെ വരുന്നത് ആനയുടെ ഇന്ന്. എനിക്ക് ആ ഒരു സംഭവത്തിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. പക്ഷെ ഞാൻ പറയുന്നതിനോട് പലർക്കും വിയോജിപ്പുണ്ടാവാം. ആനയില്ലാണ്ട് എന്തുത്സവം. ഞാനിത് ആരോടൊക്കെയോ പറഞ്ഞപ്പോൾ ആനയില്ലാണ്ട് എന്തുത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഡിബേറ്റ് നടത്തിയതൊക്കെ ഞാൻ ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ് പറഞ്ഞത്, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുമ്മിട്ടിങ്ങ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ.
കുമ്മട്ടിങ്ങ ജ്യൂസ് കുടിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ചങ്ക് ഇങ്ങനെ കത്തുണ്ട്. കാരണം ഞാൻ കുറച്ച് ഷുഗർ ഡയറ്റിലോട്ടൊക്കെ പോയായിരുന്നേ. പക്ഷേ ഈ വീട്ടിൽ വന്ന ഉത്സവത്തിൻ്റെ സമയത്ത് അത് നല്ല രീതിക്ക് തെറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഐസ്ക്രീം കഴിച്ചു, പിന്നെ എന്താണ് മധുരമുള്ള എന്താണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വീണ്ടും ഹോസ്റ്റലിൽ നിന്ന് ചെന്നിട്ട് വേണം ആ ഷുഗർ ഡയറ്റ് ഒന്ന് തിരിച്ചു പിടിക്കാനായിട്ട്. ഞാൻ ചെറുതായിട്ടൊരു ബ്രേക്ക് എടുത്തായിരുന്നു. ബ്രേക്ക് എടുക്കണം എന്ന് വിചാരിച്ചെടുത്തല്ല, പക്ഷേ ആ ഫുള്ളായിട്ട് ആ ഒരു ഉത്സവത്തിൻ്റെ വൈബും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോലും അറിയാണ്ട് ഞാൻ ജസ്റ്റ് ഷുഗർ ഡയറ്റ് കുറച്ച് ദിവസത്തേക്കൊന്നും ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഷുഗർ ഡയറ്റാണ്. കാരണം ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ടാണ് ഈ വോയിസ് ഓവറൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ കടകളായ കടകൾ മൊത്തം ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. രാവിലെ ഒരു 9:15 ആയപ്പോൾ എനിക്ക് തോന്നുന്നു അമ്പലത്തിലെത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വീട്ടിൽ ഞാൻ എത്തിയത് ഒരു 11:45 ഓക്കെ. അപ്പോഴാണ്. അതുവരെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് പൂരമൊക്കെ കണ്ട് പിന്നെ കടകളായ കടകൾ മൊത്തം ഇങ്ങനെ കയറി ഇറങ്ങി ഒന്നും എടുക്കത്തില്ല, ഇങ്ങനെ നോക്കിയുള്ളൂ. ഈ ഒരു വളയുണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വളയാണ്. കാരണം എനിക്ക് എന്തോ ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനിത് എൻ്റെ ഹോസ്റ്റലിൽ അവിടെ നിന്ന് പെരുമ്പാവൂരിൽ നിന്ന് വാങ്ങിച്ചത് 20 രൂപയ്ക്കാണ്. ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ അത് 70 രൂപ. എന്നിട്ട് അപ്പം ഞാനത് അവിടെ തന്നെ എടുത്തു വെച്ചു. ഈ ഉത്സവപ്പറമ്പിലെ സാധനങ്ങൾക്ക് ഉണ്ടല്ലോ, ഈ ലോക്കൽ സാധനങ്ങളായിരിക്കും, പക്ഷെ അതിനൊക്കെ ഭയങ്കര വില അവർ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ മറ്റേ ബ്രോഡ്വേ എന്നൊക്കെ വാങ്ങിച്ച 40 രൂപ 50 രൂപ കമ്മലിനൊക്കെ ഇവിടെ വന്നപ്പോൾ 100 രൂപയൊക്കെയായി. ആരെടുക്കുന്നതൊക്കെ അവിടെ തന്നെ വെക്കും. നമ്മൾ ജസ്റ്റ് കാണും, എടുത്തു നോക്കും, തൊട്ട് നോക്കും, അവിടെ തന്നെ വെക്കും. ആ ഒരു പരിപാടിയായിരുന്നു ഇവിടെ മൊത്തം നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഈ ജിമിക്കാനോട് ഭയങ്കര ക്രേസാണ് കേട്ടോ. അത് ഞാൻ കാണിക്കാം. അതിന് മുമ്പ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ഹോട്ട് വീൽസ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഞാൻ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ വില, അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചു. അത് നീ നടുക്ക് വീഴ്ത്ത്, നെക്കി വിട്, വിട് വിട്, പൊട്ടത്തി ഇങ്ങനെ ആക്ക്. ഓ ഇങ്ങനെ എന്നിട്ട് അതിന് ഫസ്റ്റ് അടിച്ചു കയറ്റി, നടുക്കടിച്ചു കയറ്റി, അത് നീ വീഴ്ത്തി. അപ്പോഴേ ശബ്ദം കേൾക്കുള്ളൂ. കറക്റ്റ് അടിച്ചാ ശബ്ദം കേൾക്കും. നീ അടിക്കുന്നുണ്ടാ? ായിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. ശാന്തപ്പെട്ട് എന്ന് പറയുന്നതിന് ശാന്തപ്പെട്ട് ഏത് കളറാണ് ഡ്രസ്സ് ഇടുന്നത് അതിനനുസരിച്ച് നമ്മളിത് തൊടുമായിരുന്നു. ഇതാണ് മെയിൻ ഐറ്റം. എത്ര ജിമിക്ക നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കാണുമ്പോൾ നമുക്ക് ഒരെണ്ണമെങ്കിലും വാങ്ങിക്കാതെ പോരാൻ പറ്റില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഗേൾസിന് ഇത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഭയങ്കര ക്രേസാണ് ഇതിനോട്, എന്താണെന്നറിയില്ല. അതുപോലെ തന്നെ അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു ജിമിക്ക എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെ വെറുതെ പട്ടിഷോയ്ക്ക് വേണ്ടി വീഡിയോ ക്ലിപ്പിന് വേണ്ടി എടുത്തതാണ്. ഇതങ്ങോട്ട് ശരിയായില്ല ഈ ക്ലിപ്പ്. അപ്പം ഞാൻ രണ്ടാമതൊരു ക്ലിപ്പും കൂടിയും ഒന്ന് എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു ബായ് എന്നെ ഭയങ്കരമായിട്ട് തുറച്ചു നോക്കി. അവളൊക്കെ വീഡിയോ എടുക്കാനായിട്ട് നടക്കണേ, ഒരു സാധനം എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ. അപ്പം ഞാനത് അവിടെ തന്നെ നൈസായിട്ട് വെച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 11:30 ആയപ്പോൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. വെള്ളയപ്പവും കുറുമയായിരുന്നു നമ്മൾ കഴിച്ചത്. അടിപൊളിയാണ്. അമ്മയുടെ കുറുമക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പും ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് അതിന്. ഇപ്പം ആലോചിക്കുമ്പോൾ വെള്ളം വരുന്നുണ്ട് നാവിന്ന്. ഞാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് ചെന്നപ്പോൾ അമ്മ ഏകദേശം പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. തുറക്ക് താറാവ് കറി. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ കറി, താറാവ് കറി. നീ അത് മൂട്. ചിക്കൻ വറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ. പിന്നെ ഇത് ചിക്കൻ വറുത്ത് വെച്ചേക്കണത്. ഇവിടെ ഓൾറെഡി ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഇത് രാവിലത്തെ കുറുമക്കറിയാണ്. ഇതിന്റെ അടിയിലൊരു സംഭവം ഉണ്ട്, അതൊന്ന് കാണിച്ചേ. ഇതാണ് നമ്മളുടെ എന്ത് കറി? മോര് കറി, പുളിശ്ശേരി, പഴമാങ്ങ പുളിശ്ശേരി. ഓക്കെ, മുടിക്കാം. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്തുകൊണ്ടല്ലോ ഇത് ഇവിടെ നിർത്താറില്ല. ഇത് പായസം ഉണ്ടാക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് പായസം ഉണ്ടാക്കാം? ഗോതമ്പ് പായസം. ഇത്രയും നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? മാങ്ങച്ചമ്മന്തി ഉണ്ടാക്കണ്ടിട്ടാ. മാങ്ങച്ചമ്മന്തി ഉള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി മാങ്ങ കുമ്പളഞ്ഞ്. നമ്മളെ മാല എന്ത് ചെയ്യും? മാലെടുത്തിട്. അങ്ങനെ ഉച്ചയായി. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. കുഞ്ഞന് ട്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അവൻ നേരത്തെ കഴിച്ചു കേട്ടോ. എന്നിട്ട് ട്യൂഷന് പോകാനായിട്ടുള്ളൊരു പരിപാടിയിലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ചിക്കൻ കറിയും താറാവ് കറിയും
പുളിശ്ശേരിയൊക്കെ കൂട്ടി ചോറ് കഴിക്കാം. എനിക്ക് പണ്ടുണ്ടല്ലോ മീൻകറി മസ്റ്റായിരുന്നു ചോറുണ്ണാനായിട്ട്. അതായത് മീൻകറിയുടെ ചാറെങ്കിലും എനിക്ക് വേണം. വീട്ടിൽ എല്ലാ സമയത്തും മീൻകറി ഉണ്ടാവും. പക്ഷേ ഈ നോയൻപ് സമയത്തൊക്കെ ഉണ്ടല്ലോ മീൻകറി ഒന്നും വെക്കില്ലല്ലോ, നോൺ വെജൊക്കെ ഒഴിവാക്കുമല്ലോ. ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അച്ചാറും കൂട്ടിയൊക്കെ ചോറ് കഴിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. കാരണം എനിക്ക് പച്ചക്കറി എന്ന് പറയുന്ന സാധനം പറ്റില്ലായിരുന്നു, ഭയങ്കര വെറുപ്പായിരുന്നു. പക്ഷേ ഹോസ്റ്റലിലോട്ട് വന്നതിന് ശേഷം ഞാൻ കഴിക്കാത്ത സാധനങ്ങളൊക്കെ കഴിച്ചു തുടങ്ങി, കഴിക്കാത്ത സാധനത്തിൻ്റെയൊക്കെ രുചി അറിഞ്ഞു തുടങ്ങി. ഇപ്പോൾ എനിക്ക് എല്ലാം കഴിക്കും. എന്നെ തിരിച്ചു കടിക്കാത്ത എന്തും ഞാനിപ്പോൾ കഴിക്കും കേട്ടോ. ഇത് കുഞ്ഞിൻ്റെ ഡമ്പലാണ് കേട്ടോ. ഇവൻ കുറച്ച് ബോഡി ബിൽഡപ്പ് പരിപാടിയൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ വാങ്ങിച്ചു കൊടുത്താണ് ഇവനിത്. അപ്പോൾ അവനെല്ലാവരും അത് കാണിക്കായിരുന്നു. എനിക്ക് ഹോസ്റ്റലിലായിരുന്നപ്പോൾ തന്നെ വീഡിയോ ഒക്കെ വിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ യൂസ് ചെയ്യണം, അതൊക്കെ ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ ജിമ്മിലൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷെ അത് നല്ല കൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ആൾ. പക്ഷെ എന്നാലും നമ്മൾക്കൊരു ട്രെയിനറിൻ്റെ ഒരു ഗൈഡ് ലൈൻസിലാണ് ഇതൊക്കെ ചെയ്യേണ്ടതല്ലോ. എന്തായാലും 10ാം ക്ലാസ് കഴിയുമ്പോൾ അവനെ ജിമ്മിൽ വിടാം. ഇതാണ് കേട്ടോ നമ്മളുടെ ചോറ്. കുറച്ച് ചിക്കൻ കറി, കുറച്ച് താറാവ് കറി, കുറച്ച് പുളിശ്ശേരി, കുറച്ച് ചോറ്. അടിപൊളിയായിരുന്നു. എനിക്ക് താറാവ് കറി ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാവരോടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിക്ക് ക്യാമറയിലോട്ട് നോക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. എനിക്ക് മൈലാഞ്ചി ചില സമയത്ത് എനിക്ക് അങ്ങനത്തേക്ക് ഒരു തോട്ട് വരുള്ളൂ. ആ സമയത്ത് തന്നെ അത് ഇടാനും കൂടി പറ്റുമ്പോഴല്ല ഭയങ്കര സന്തോഷമാണ്. ഇത് ഞാൻ അമ്മനോടൊന്ന് എടുത്തുതരാൻ പറഞ്ഞു കേട്ടോ വീഡിയോ. അതുകൊണ്ട് അമ്മ പകുതി കൈ വെച്ചിട്ട് മറച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിവിടെ വീഡിയോ എടുത്തുതരാൻ ആരുമില്ല. എൻ്റെ ട്രൈപ്പോഡാണെന്നുണ്ടെങ്കിൽ ചീത്തയത്. ഇനി ഒരെണ്ണം പുതിയത് വാങ്ങിക്കണം. കഷ്ടപ്പാടാണ് വീഡിയോ എടുക്കാനായിട്ട്. ഹലോ. അപ്പോൾ സമയം ഇപ്പോൾ 4:45 കേട്ടോ. ഒടുക്കത്തെ വെയിൽ, കുറച്ച് വെട്ടം കിട്ടാൻ വേണ്ടി ഇവിടെ വന്നു നിന്നാണ്. മുടി ഇരിക്കുന്ന നോക്കിയേ, മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. നല്ല പണിയായിരുന്നു. പക്ഷെ ഞാൻ അത്രക്കങ്ങ് പണിയെടുത്തിട്ടൊന്നുമില്ല. എന്നാലും കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് കണ്ടോ, എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ആവണി ഇട്ട് തന്നാണ് കേട്ടോ. ആവണി ഇന്ന് രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയില്ലേ, അപ്പോൾ ഒരു ഗ്യാങ്ങിൻ്റെ ഒപ്പമാണല്ലോ പോയത്. ആ ഗ്യാങ്ങിൽ ഒരു കൊച്ചാണ് ആവണി. അവൾ 10ൽ പഠിക്കുകയാണ്. അടിപൊളിയായിട്ട് ഇട്ട് തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും മൈലാഞ്ചി ഇടുമ്പോൾ ഞാൻ എപ്പോഴും അപ്പം തൊപ്പിയാണ് ഇടാറ്, അതിൽ കൂടുതൽ പോകാറില്ല. ഇപ്പം എനിക്കിങ്ങനെ ഡിസൈൻ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫോണിൽ കാണിച്ചു കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ അവൾ ഇട്ടിട്ടുണ്ട്. ഇതും ഈ കയ്യിലുണ്ട് കണ്ടോ. ഒരു കോള് വന്നായിരുന്നു, അതാണ് വീഡിയോ കട്ടായി പോയത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമായി. ഇനി നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാവരും കാണിക്കണ്ടേ. ഓക്കെ, സമയം ഇപ്പോൾ 4:45 ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. 6 മണിക്ക് നമുക്കിവിടെ നിന്ന് ഇറങ്ങണം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് പണികൾ തീർക്കാനുണ്ട്. ഇവിടേക്ക് ഒന്ന് അടിച്ച് സെറ്റാക്കി ഇട്ടിട്ട് വേണം നമുക്ക് പോയി കുളിക്കാൻ. എന്നിട്ട് വേണം നമുക്ക് ഉത്സവ പറമ്പിലോട്ട് പോകാനായിട്ട്. ഇന്നാണ് ഉത്സവം. വെടിക്കെട്ടോട് കൂടി എല്ലാ പരിപാടികളും അവസാനിക്കും. നാളെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവും. അമ്മുച്ചേച്ചിയും കണ്ണനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവർ വീട്ടിലോട്ട് പോയേക്കാണ് ഡ്രസ്സ് ചെയ്യാനൊക്കെ. പിന്നെ വീട്ടിലെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരും വരും, ആൻറ്റിമാരൊക്കെ വരും. അപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ പണിയൊക്കെ തീർക്കട്ടെ. എന്നിട്ട് നമുക്ക് നേരെ എവിടെ പോവാം? ഉത്സവത്തിന് പോവാം. ഇതാണ് ഗൈസ് എൻ്റെ കോസ്റ്റ്യൂം. ഈ ഒരു കുർത്തി എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ സാധാരണ ഇങ്ങനത്തെ കുർത്തിയൊന്നും ഇടാറില്ല, ഭയങ്കര കുറവാണ് ഇടുന്നത്. എനിക്ക് ഈ കുർത്തിയൊക്കെ ഇട്ട് ഷോളൊക്കെ ഇടുമ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര വലുതായ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്നും ഇടുന്നത് അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതെനിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളറും. ഇതിട്ടപ്പോൾ എനിക്ക് എന്നെന്തോ രസമുള്ള പോലെയൊക്കെ എനിക്ക് തോന്നി. അതാണ് അമ്മയുടെ ഡ്രസ്സ്. അമ്മക്കത് ചിറ്റ തയ്പ്പിച്ചു കൊടുത്താണ് കേട്ടോ. ഈ വീഡിയോയിലൊക്കെ ഒരാൾ മിസ്സിങ് ആണ്, എൻ്റെ അനിയത്തിക്ക് ലീവ് കിട്ടിയില്ല കേട്ടോ. അവൾ ഹോസ്റ്റലിലാണിപ്പോൾ. അവൾ BSc MLT പഠിക്കുകയാണ്. നമ്മൾ റെഡിയായി കഴിഞ്ഞു കണ്ടോ. അപ്പം അമ്മ റെഡിയായി, ഞാനും റെഡിയായി. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കണ്ടാൽ അമ്മയും മോളെന്ന് തന്നെ പറയും. സുഖിപ്പിക്കുന്നു വിചാരിച്ചോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അനിയത്തിക്ക് ലീവ് കിട്ടിയില്ല. അവൾ വരാത്ത ആദ്യത്തെ ഉത്സവമാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്കത്. അതെ, ആദ്യത്തെ ഉത്സവമാണ്. എല്ലാവരും അവളെ ചോദിക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, അടുത്ത ഉത്സവത്തിന് പൊളിക്കാലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കോസ്റ്റ്യൂം. ഫോട്ടം കാണാൻ വന്നപ്പം ഒരു മിനിറ്റ് ഫോട്ടോ കാണിച്ചുതരാം. ഫസ്റ്റ് നമ്മൾ കണ്ടിരുന്നത് ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇട്ടത്. എനിക്ക് അച്ഛൻ വാങ്ങിച്ചെന്ന ഡ്രസ്സാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ആദ്യമായിട്ടാണ് ഇടുന്നത്. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും അങ്ങനെ ഇടാറില്ല. ഷോള് അതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം അല്ല, പക്ഷെ ഭയങ്കര റയറാണ് ഇടുന്നത്. അമ്മ എന്താ ചിരിച്ചെന്നെ? നമ്മുടെ പറക്കണ ബലൂൺ, അതായത് ഹൈഡ്രജൻ ബലൂൺ. ഞാൻ ഈ പറക്കണ ബലൂൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ ഈ ഒരു കെട്ടേപ്പാടെയൊക്കെ പറന്നു പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഇത് വിട്ടുപോകുമല്ലോ അങ്ങനെ. പക്ഷെ അതിനൊക്കെ ഇപ്പം 150 രൂപയായി.
ഈ ഒരു PP എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഗൈസ്. എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതായിരുന്നു. അതെവിടെ പോയി എന്ന് എനിക്കറിയില്ല. ഞാനത് ഭയങ്കര സൂക്ഷിച്ച് കൊണ്ട് നടന്നതാണ്. അനിയനൊക്കെ ഇടയ്ക്കെടുത്ത് ഊതുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാനത് അവൻ്റെ നിന്നൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ച് നടന്നതാണ്. അതെവിടെ പോയി എന്ന് എനിക്കറിയില്ല. വീട്ടിൽ വന്നപ്പോൾ ആ ഒരു സംഭവം നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് ഉത്സവം നടക്കുമ്പോൾ 2 സൈഡിലായിട്ടായിരിക്കും കേട്ടോ ആന. അതായത് തെക്കേ ചേരുവാരം വടക്കേ ചേരുവാരം എന്ന് പറഞ്ഞ് 2 ചേരുവാരങ്ങളുണ്ട്. അപ്പോൾ തെക്കേ ചേരുവാരത്തിൻ്റെ വക പരിപാടികളുണ്ടാവും, വടക്കേ ചേരുവാരത്തിൻ്റെ വകയും പരിപാടികളുണ്ടാവും. ഓക്കെ, ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു തെക്കേ ചേരുവാരത്തിൻ്റെ അവിടെ ആനകൾ കുറവായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. പന്തലിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഉത്സവമൊക്കെ നടക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഉത്സവത്തിന് ഒരു വൻ നഷ്ടം നമുക്കുണ്ടായി. വെടിക്കെട്ടുണ്ടായിരുന്നില്ല. കാരണം വെടിക്കെട്ടോടുകൂടി ആ ഉത്സവം അവസാനിക്കുമ്പോഴല്ലേ ആ ഒരു എന്താ പറയുക, ആ ഒരു എൻഡിങ്ങിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവാതിരുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ വെടിക്കെട്ട് ദുരന്തമൊക്കെ നടന്നായിരുന്നല്ലോ കുറേ നാൾ മുന്നേ. അപ്പം അതുകൊണ്ടാണെന്നൊക്കെ പറയണ കേട്ടു. പക്ഷെ അതിന് ശേഷവും വെടിക്കെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. ചെറുതായിട്ട് എന്താ പറയുക, ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് ചെറിയ രീതിയിലെങ്കിലും വെടിക്കെട്ട് നടത്താമായിരുന്നു. എന്തോ അവരെ നടത്തിയില്ല. അതിനിടയിൽ എനിക്ക് ആനനെ ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആനനെ അങ്ങനെ നിർത്തണ ഇഷ്ടമല്ല. അതുപോലെ തന്നെ ആനനെ ഭയങ്കര പേടിയുമാണ്. നമ്മൾ ഈ റീൽസിലൊക്കെ എപ്പോഴും കാണുമല്ലോ, ആന ഓടി എന്നൊക്കെ പറഞ്ഞ്, ആനക്ക് മതം പൊട്ടി എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ ഉത്സവപ്പാടത്ത് വരുമ്പോൾ എനിക്കുള്ള ആകെയുള്ളൊരു ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആന ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങാട് ഓടും എന്നുള്ളതാണ്. അപ്പോൾ ആന പുറകെ തിരിഞ്ഞാണ് ഓടുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. ഞങ്ങളാണെങ്കിൽ ആനയുടെ പുറകിലാണ് എപ്പോഴും നിൽക്കുന്നതും അവിടെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നതൊക്കെ. ആന ഓടി എന്ത് ചെയ്യുന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. കറക്റ്റായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളവിടെ ഇരുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ കുറച്ച് പേര് എണീറ്റ് പോണ കണ്ടു. അവിടെ നിന്ന് ആന ഇങ്ങനെ വരുന്നത് കണ്ടു. ഞാൻ വിചാരിച്ചു ആന ഓടാന്ന് വെച്ചിട്ട് ഞാൻ എണീറ്റ് ഓടി. എണീറ്റെന്ന് വെച്ചാൽ ഒച്ച ഉണ്ടാക്കി ഞാൻ ഓടി. അപ്പം എൻ്റെ ഫ്രണ്ടിൽ നിന്ന കുറേ പേര് എണീറ്റ് ഓടി. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്സവമൊക്കെ കഴിഞ്ഞ് അത് ആനനെ മാറ്റുന്നതായിരുന്നു, സാധാരണ പോലെ മാറ്റുന്നതായിരുന്നു. പക്ഷേ ഞാൻ ആവശ്യമില്ലാണ്ട് പേടിച്ചു. ആ ഒരു സമയത്ത് എൻ്റെ ചെരുപ്പും പൊട്ടിയിട്ടുണ്ടായിരുന്നു. കോമഡി ആയിരുന്നു. എന്താ പറയുക, നല്ല രസമില്ലേ ഈ ബബിൾസൊക്കെ പോണ കാണാനായിട്ട്. പണ്ട് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചിരുന്ന സംഭവങ്ങളാണ് ബബിൾസ്, പിന്നെ മറ്റേ ഹൈഡ്രജൻ ബലൂണ്, ആ ചാന്തുവിട്ട്, അതൊക്കെ മെയിനായിട്ട് വാങ്ങിച്ചിരുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ അതൊക്കെ നൊസ്റ്റുമായിട്ട് മാറി. ഇപ്പോൾ ജിമിക്ക. ഇപ്പോൾ ഉത്സവപ്പാടത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വാങ്ങിക്കുന്ന സംഭവമാണ് ജിമിക്ക. ഇവിടെ ദേ കൈനോട്ടക്കാരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കൗതുകം കൊണ്ട്, എന്താ പറയാന്നുള്ളൊരു കൗതുകം കൊണ്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കാമെന്ന്. എനിക്കിങ്ങനെ അധികം ഇങ്ങനെ വിശ്വാസമൊന്നുമില്ല ഇതിൽ. പക്ഷേ എന്താ പറയുക, അവരോട് എന്താ പറയാന്നുള്ള കൗതുകം കൊണ്ട് ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ നമ്മളൊരു 10 മണി 10:30 11 മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോൾ. കാരണം വെടിക്കെട്ടുണ്ടായിരുന്നില്ലല്ലോ. അതിന് എനിക്കിപ്പോഴും ഒരു ഡിസപ്പോയിൻറ്റിങ് ഉണ്ട്. ആ വെടിക്കെട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ രസം ഉണ്ടായാൽ. എനിക്ക് ഫയർ വർക്ക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളുടെ വീഡിയോ ദേ ഇവിടെ അവസാനിക്കാൻ കേട്ടോ. കൊടിയേറിന് അന്ന് മുതൽ കൊടിയിറങ്ങണ അന്ന് വരെയും ആ ഒരു ഉത്സവത്തിൻ്റെ വൈബായിരിക്കും നാട്ടിൽ മൊത്തം. എല്ലാവരും വൈകുന്നേരം കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോവും. അമ്പലപ്പറമ്പിലൂടെ ഇങ്ങനെ നടന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വർത്താനം പറയും. നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതെനിക്കും കൂടിയും നല്ലൊരു മെമ്മറി ആയിരിക്കും. കുറേ നാൾ കഴിഞ്ഞ് ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തന്നെ കാണാമല്ലോ. എനിക്കിങ്ങനെ നല്ല മൊമെൻറ്റ്സൊക്കെ, അതായത് എല്ലാവരും കൂടിയുള്ള മൊമെൻറ്റ്സൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ വീഡിയോ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ എടുത്ത് കാണാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.